കാസർഗോഡ് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ഇവ ഉദ്യോഗസ്ഥർ അതത് ബൂത്തുകളിൽ സജ്ജീകരിക്കുകയും ചെയ്തു. രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും, പുതുമ മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നായന്മാർമൂലയിലെ തൻബീഉൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലും, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടന്നത്. ജില്ലാ കലക്ടർ അർജുൻ പാട്ടീൽ IAS, ഭരണാധികാരികളായ VP രഘുമണി, ബിനു ജോസഫ്, ലിബു S ലോറൻസ്, KR മനോജ്, EV ഷേർലി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 9 രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. രാവിലെ 5:30 മോക്ക് പോൾ ആരംഭിക്കും. പോളിംഗ് ദിനത്തിൽ ജില്ലയിലെ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ അനുവദനീയമല്ലാത്തതിനാൽ എല്ലാ ബൂത്തുകളിലും മൊബൈൽ വെക്കാനുള്ള പൗച്ചുകളും ക്രമീകരിച്ചു. ബൂത്തിനകത്തും പുറത്തും ക്യാമറയോടുകൂടിയ വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തി. ജില്ലയിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമിൽ മുഴുവൻ സമയവും നിരീക്ഷിക്കും. 5 മോഡൽ പോളിംഗ് ബൂത്തുകളും സ്ത്രീകൾ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരായിട്ടുള്ള 5 പിങ്ക് ബൂത്തുകളും ഒരു ഭിന്നശേഷി സൗഹൃദ ബൂത്തും ജില്ലയിലുണ്ട്. 20% റിസർവോടെ 5504 പോളിംഗ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിൽ 60% സ്ത്രീകളാണ്. ജില്ലയിൽ 116 സെക്ടറൽ ഓഫീസർമാരെയും നിയോഗിച്ചു. ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലായി ആകെ 11,36,18 വോട്ടർമാരാണുള്ളത്. ഇതിൽ 5,44,543 പേർ പുരുഷന്മാരും 5,59,063 പേർ സ്ത്രീകളും 12 പേർ ട്രാൻസ്ജെൻഡറുമാണ്. 5 മണ്ഡലങ്ങളിലുമായി ആകെ 32 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. സമാധാനപരമായ വോട്ടെടുപ്പ് ഉറപ്പുവരുത്താനായി ജില്ലയിലാകെ 1992 പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു. ആധാർ കാർഡ്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തിരിച്ചറിയൽ കാർഡ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നൽകിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, തൊഴിൽ മന്ത്രാലയത്തിന്റെ പദ്ധതി പ്രകാരം നൽകിയിട്ടുള്ള ആരോഗ്യ പരിരക്ഷാ സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകിയ സ്മാർട്ട് കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്, ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ജീവനക്കാർക്ക് നൽകുന്ന സർവീസ് തിരിച്ചറിയൽ കാർഡ്, MP, MLA എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ്, ഭാരത സർക്കാർ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നൽകുന്ന സവിശേഷ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് എന്നിവ വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡായി ഉപയോഗിക്കാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.